ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. വസക്കൻതും ഫീ മസാകിനിൽ ലദീന ളലമു അൻഫുസഹും ഫതബയ്യന ലഹും കൈഫ ഫഅൽനാ ബിഹിം വളറബ്നാ ലക്കുമുൽ അംസാൽ. വസക്കൻതും, അല്ലം കൂട്ടരെ, നിങ്ങൾ താമസിക്കുന്നത്. ജീവനുള്ള ആളുകളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, വസക്കൻതും, നിങ്ങൾ താമസിക്കുന്നത് ഫീ മസാകിനിൽ ലദീന ളലമു അൻഫുസഹും, സ്വന്തത്തോട് അതിക്രമം ചെയ്തതിൻ്റെ പേരിൽ നാം തകർത്ത് തരിപ്പണമാക്കിയ സമൂഹങ്ങൾ താമസിച്ച സ്ഥലങ്ങളിലൂടെയല്ലേ നിങ്ങൾ താമസിക്കുന്നത്? അതിലൂടെയല്ലേ, ആ വഴികളിലൂടെയല്ലേ നിങ്ങൾ നടന്നു പോകുന്നത്? ചാവുകടൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചാവുകടലിൻ്റെ ചുറ്റുഭാഗത്തുകൂടെ നിങ്ങൾ നടന്നിട്ടില്ലേ? ആദിൻ്റെയും ഇറമിൻ്റെയും ഗോത്രത്തിൻ്റെ പാടത്തുകൂടെ നിങ്ങൾ, അരികത്തുകൂടെ, ചാരത്തുകൂടെ നിങ്ങൾ നടന്നു പോയിട്ടില്ലേ? വസക്കൻതും, നിങ്ങൾ താമസിക്കുന്നത് ഫീ മസാകിനിൽ ലദീന ളലമു അൻഫുസഹും, സ്വന്തത്തോട് അതിക്രമം ചെയ്തതിൻ്റെ പേരിൽ നാം നശിപ്പിച്ചു കളഞ്ഞ, കീഴ്മേൽ മരിച്ചു കളഞ്ഞ, ജീവിതത്തിൻ്റെ ഒരാഗ്രഹങ്ങൾ പോലും പൂർത്തിയാകാത്ത, ഒരംശം പോലും ബാക്കിയില്ലാത്ത, കാണാൻ ബാക്കിയില്ലാത്ത രൂപത്തിൽ കീഴ്മേൽ മരിച്ച ആളുകൾ താമസിച്ച സ്ഥലങ്ങളിലാണ് ഇപ്പോഴും നിങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. വതബയ്യന ലക്കും, അതിനൊക്കെ നിങ്ങൾക്ക് പാഠമുണ്ടാകേണ്ടതാണ്. മാത്രമല്ല വതബയ്യന ലക്കും, നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയും ചെയ്തില്ലേ? അത് നിങ്ങൾ കണ്ടു, ചരിത്രങ്ങളും ചരിതങ്ങളും നിങ്ങൾ കണ്ടു, നേരിട്ട് കണ്ടു. അതിന് പുറമെ വതബയ്യന ലക്കും, നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയും ചെയ്തു. കൈഫ ഫഅൽനാ ബിഹിം, അവരെ കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? കൈഫ, എങ്ങനെയാണ് ഫഅൽനാ ബിഹിം, അവരെ കൊണ്ട് നാം പ്രവർത്തിച്ചത് എന്ന് നാം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തില്ലേ? വളറബ്നാ ലക്കുമുൽ അംസാൽ, ഉദാഹരണങ്ങളും ഉപമകളും എത്രയാണ് നിങ്ങൾക്ക് നാം പറഞ്ഞു തന്നത്, വിവരിച്ചു തന്നത്? എന്തേ നിങ്ങൾക്ക് ബോധമില്ലാതെ പോയത്? ചരിത്രത്തിൻ്റെ കഴിഞ്ഞുപോയ ശേഷിപ്പുകളിൽ നിന്ന് എന്തേ നിങ്ങൾക്ക് പാഠമില്ലാതെ പോയത്? ചരിത്രത്തിൻ്റെ പാഠത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. ഹിസ്റ്ററി ടീച്ചസ് ദാറ്റ് man learn nothing from history എന്ന്. ചരിത്രത്തിൽ നിന്ന്, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ചുക്കും മനുഷ്യൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെന്ന പാഠമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് ചരിത്രത്തിൻ്റെ പാഠം. കഴിഞ്ഞുപോയ ചരിത്രത്തിൽ നിന്ന് മനുഷ്യ മക്കൾ ഒരു തുള്ളി ഇൽമു പഠിച്ചിട്ടില്ല. ചരിത്രം അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. പിന്നോട്ട് നോക്കുമ്പോൾ അറിയാം. ഞാൻ പറഞ്ഞു, ജീവനുള്ള ആളുകളെക്കാൾ കൂടുതൽ നമ്മളെക്കാൾ ആരോഗ്യമുള്ള, ആയുസ് ദൈർഘ്യമുള്ള, ശേഷിയുള്ള, സേമുഷിയുള്ള, തടിയുള്ള, ജീവനുള്ള, തൂക്കമുള്ള, ഊക്കമുള്ള, ആക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ ജീവിച്ചിരുന്നു. ഐനമാ കാന ഖബ്ലകും മിനൽ ഖുദമാ, നിങ്ങളുടെ കാക്കക്കാരനവന്മാരെവിടെയാണ്? ഐനമൻ കാന ഖബ്ലകും മിനൽ ഖുദമാ, നിങ്ങളുടെ കാക്കക്കാരനവന്മാർ, കഴിഞ്ഞുപോയ കാക്കക്കാരനവന്മാരൊക്കെ എവിടെയാണ് മക്കളെ? മിനൽ ജബാബിറത്തി വൽ മുലൂക്കിൽ ഉളമാ, സ്വേച്ഛാധിപതികളായ, മിനൽ ജബാബിറ, സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരെവിടെയാണ്? ചരിത്രത്തിൻ്റെ താളുകളിൽ എത്രയോ രാജാക്കന്മാരെ നമ്മൾ വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ല? അവരൊക്കെ എവിടെയാണ്? അവരുടെ അധികാരം എവിടെയാണ്? അവരുടെ നിയന്ത്രണം എവിടെയാണ്? ഇന്ന് ആരെയാണ് അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? മിനൽ ജബാബിറ വൽ മുലൂക്കൽ ഉളമാ, മഹാന്മാരായ വലിയ വലിയ രാജാക്കന്മാർ, സ്വേച്ഛാധിപതികൾ, അവരും അവരുടെ സൈന്യങ്ങളും എവിടെയാണ്? വസക്കനത്ത് മിന്നും ഹറകാത്തുൽ ജവാരി വൽ അഅ്ള, വസക്കനത്ത് മിന്നും, അതെല്ലാം ശാന്തമായി പോയിരിക്കുന്നുവല്ലേ? ശബ്ദമില്ല, പീരങ്കികളില്ല, അവരുടെ ആയുധങ്ങളില്ല, അവരുടെ പട്ടാളക്കാരില്ല, ആരുമേ ഇല്ല. വസക്കനത്ത്, എല്ലാം നശിച്ചു പോയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. മിന്നും, അവരിൽ നിന്ന് ഹറക്കാത്തുൽ ജവാരി, അവയുടെ അവയവങ്ങളുടെ ചലനങ്ങളും ഓട്ടവും നടത്തവും എല്ലാം നശിച്ചു പോയിരിക്കുന്നുവല്ല. ഇന്ന് അവർക്ക് നാവില്ല, കടിച്ചു കീറാൻ പല്ലുകളില്ല, പിടിച്ചു വലിക്കാൻ കൈകളില്ല, ചവിട്ടാൻ കാലുകളില്ല,
അവരുടെ ശരീരങ്ങളും അവയവങ്ങളും എല്ലാം എവിടെ പോയി? ജീവനുണ്ടായിരുന്ന എല്ലാം ചലനമറ്റ് പോയി. വസക്കനത്ത്, ശാന്തമായി പോയി. ഫലം തോന്നിയന്നും ദഖായിഖുൻ ഹീലൽ അത്തിബ്ബ, വലം തോന്നിയന്നും അവർക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല. വലം തോന്നിയന്നും അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ദഖായിഖുൻ, നിമിഷങ്ങൾ പോലും അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഹീലൽ അത്തിബ്ബ, വൈദഗ്ധ്യം സിദ്ധിച്ച, സ്പെഷ്യലിസ്റ്റ് ചെയ്ത, വൈദഗ്ധ്യമായ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിൽ നടയിരുന്നിട്ടും കുത്തിയിരുന്നിട്ടും അവരെ രക്ഷിക്കാനൊന്നും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും വന്നില്ല. വൈദഗ്ധ്യം സിദ്ധിച്ചൊരു വൈദ്യനും അവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല. വൈദഗ്ധ്യം സിദ്ധിച്ച വൈദ്യന്മാർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിരുമായിരുന്നുവെങ്കിൽ ഈ ലോകം വൈദ്യന്മാരുടെ കേന്ദ്രമാകുമായിരുന്നു. വൈദ്യന്മാരെങ്കിലും പോകാതിരിക്കുമായിരുന്നു. ലോകത്ത് കണ്ടുപിടിച്ച മുഴുവൻ മരുന്നിന്റെ കൂടെ ഇഴ്ത്തിക്കാപ്പിരുന്നാലും നിമിഷത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയില്ല, സമയം കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കുക. കാടുപിടിച്ച വീടും ചിതലരിച്ച കഴുക്കോളുകളും ഉപേക്ഷിക്കപ്പെട്ട കിണറുകളും എത്രയാണ് ചരിത്രത്തിൻ്റെ പാഠങ്ങളിലുള്ളത്. എത്ര കാടുപിടിച്ച വീടുകൾ, അവിടെയൊക്കെ മനുഷ്യ താമസങ്ങൾ ഉണ്ടായിരുന്നു. നടന്നു പോകുമ്പോൾ അറിയാം കാടുപിടിച്ചിരിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട എത്ര കിണറുകൾ. സംസ്കാരങ്ങളും സംസ്കൃതികളും അവിടെ ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. നമ്മളെപ്പോലെ ജീവനുള്ളവർ വെള്ളം കുടിച്ചും വെള്ളം കോരിയും അവരുടെ ഉപജീവനം കഴിച്ചു കൂട്ടിയിരുന്ന കിണറുകളൊക്കെ ഇന്ന് മണ്ണിട്ട് മൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ പൊളിഞ്ഞു പോയിരിക്കുന്നു. പൊട്ടക്കിണറെന്ന് നമ്മൾ പറയുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ